ഫാദറെ, ഈ യാത്രക്കിടയിലേ ഫാദറിന് ഏറ്റവും പിന്നെ ഓർത്തപ്പോ തമാശ തോന്നിയത് നമ്മളൊരു ട്രെയിൻ യാത്ര വന്നൊരു സംഭവം ഞാൻ പ്രസംഗത്തിൽ എവിടെയാണ് ഈ കഥ നടക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാ. ആ പോകുമ്പോ നമ്മുടെ മലയാളികള് ആ അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്തിരിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ അതൊരു സംസാരപ്രിയനല്ലേ? അതെ, നമ്മുടെ അടുത്തിരുന്ന ആൾക്കാരൊക്കെ എന്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ നമ്മളടുത്ത് സംസാരിക്കും. ഞാൻ പറഞ്ഞതേ, നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ ശ്രീകണ്ഠൻ നായർ, അതായത് കണ്ട എന്ന് തന്നെ ശ്രീ വെച്ച് ബഹുമാനിച്ചിട്ടുള്ള പേരാണ്. ഏത് ശ്രീകണ്ഠ, അത്ര സുന്ദരമായ കണ്ഠം. അപ്പോൾ നമ്മുടെ കണ്ഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ അതൊരു മലയാള സാർ തിരുത്തിയായിരുന്നു. മലയാള സാർ തിരുത്തിയോ? ഞാൻ ഒരു ഡിഗ്രി ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ബാക്ക് ബെഞ്ചർ ആസ് യൂഷ്വൽ ഇരുന്ന് വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒന്ന് എണീറ്റ് കിടാന്ന് പറഞ്ഞു. ഞാൻ എണീറ്റ് നിന്നു. സാർ അത്യാവശ്യം മലയാളം വ്യാകരണം ആധികാരികമായിട്ട് അറിയാവുന്നതാണ്. എന്താ അതിൻ്റെ പേര്? ഞാൻ പറഞ്ഞു ശ്രീകണ്ഠൻ. മുഴുവൻ പേര് എന്തോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സാറിനിട്ടൊരു മലയാളം കൊടുത്തു. ഐശ്വര്യം കഴുത്തിലുള്ളവൻ ആരോ അവൻ ശ്രീകണ്ഠൻ. സമാസം ബഹുബ്രി. മലയാളത്താനോട് അടിച്ചു കൊടുത്തേ. അപ്പൊ ബഹുബ്രി അല്ല അതിന്റെ സമാസം. അപ്പൊ പുള്ളി പറഞ്ഞു, എടാ മണ്ട, അതിന്റെ സമാസം അതല്ലെന്ന് പറഞ്ഞേ, നിനക്ക് തെറ്റിപ്പോയി. വിഷം കഴുത്തിലുള്ളവൻ ആരോ അവൻ നീലകണ്ഠനല്ലേ, ശ്രീകണ്ഠൻ. അപ്പൊ അവിടെ കഴുത്തെ പിടിച്ച കേസുണ്ടല്ലോ, പഴയ കേസ്, അത് വെച്ചിട്ട് ഇവൻ നിനക്ക് അതാ അപ്പീരിച്ചെഴുതി അവിടെ. ഞാൻ അതുവരെ ഒന്ന് വെയിറ്റ് നടക്കുകയായിരുന്നു. ഐശ്വര്യം അതിന്റെ സമാസവും കണ്ടുപിടിച്ചു കൊടുത്തല്ലോ. അത് ഇനി അച്ഛന്റെ കാര്യം. അങ്ങനെ ഇതൊരു കഥയായിട്ടിരുന്നു. യാത്രയിൽ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോ ഒരു തന്നെ ഒരു ബീഡി എടുത്ത് അപ്പൊ അവന് കത്തിക്കണം. അപ്പൊ അടുത്ത ആളോട് ചോദിക്കണം, തീപ്പെട്ടി ഉണ്ടോ? പറയല, ഞാൻ വലിക്കില്ല. അപ്പൊ അടുത്ത ആളോട് ചോദിച്ചു, ഇല്ല തീപ്പെട്ടി ഉണ്ടോ? അയ്യോ ഇല്ല, എന്റെ കയ്യിൽ വലിയില്ല. ഇയാള് കംപ്ലീറ്റ് നടന്ന് തീപ്പെട്ടി ഉണ്ടോന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോയി ആള് തിരിച്ചു വന്നു. എന്റെ അടുത്ത് ഞാൻ തീപ്പെട്ടി കിട്ടിയോ? ഒരെണ്ണത്തിന് തീപ്പെട്ടി ഇല്ല അച്ഛാ, എന്താ ചെയ്യാ? അപ്പൊ എന്റെ തീപ്പെട്ടി തന്നെ എടുക്കാലേ. അപ്പോഴാടാ, അപ്പൊ തന്റെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടാ? ചുരു കൊള്ളി വെറുതെ കളയണ്ടല്ലോ. ഭയങ്കരമായിട്ടുള്ള മനുഷ്യ. അതായത് നമ്മൾ വിശുകൊള്ളവനെയൊക്കെ കണ്ടാ കുളിക്കണം. അല്ല, അത് ഞാൻ പറഞ്ഞത് സൂപ്പറായിട്ട് 3 നേരം കുളിക്കണം. ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്തും. ഇപ്പൊ നമ്മളിന്റെ ഇപ്പൊ ഈ ഓരോ എപ്പിസോഡുകളാണെങ്കിലും എന്ത് സിനിമകളാണെങ്കിലും നമ്മൾ കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. അവിടെ ഹൃദയത്തിന് സ്നേഹവും സന്തോഷവും കൊടുക്കുകയാണ്. ആൾക്കാരുടെ നേച്ചർ എന്ന് വെച്ചാൽ ഇപ്പൊ ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിച്ചെടുക്കുക, ഇപ്പോ അധ്വാനിക്കാണ്ട് പണം ഉണ്ടാക്കുക, അതെന്തിനത്? നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും. ഇപ്പോൾ ജോസഫ് അച്ഛൻ്റെ കാര്യം, ജോസഫ് അച്ഛന് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ നേരത്തെ പറയില്ലേ എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നത്. മാത്രമല്ല ഫാദറെ, ഈ ചെറിയൊരു കാലത്തിനിടയ്ക്ക് എത്രയോ പേരുടെ ദാമ്പത്യം ഒരു പരിവാക്കി കൊടുത്തു. അവസാനത്തെ വാക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റാം, അതൊന്ന് മാറ്റാം, ഒരു നേരെയാക്കി കൊടുത്തു എന്നുള്ള രീതിയിൽ മാറ്റാം അല്ലേ, റീപ്ലേസ് അല്ലേ? ഓക്കെ. മാത്രമല്ല ഫാദറിന്റെ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത, അതിനകത്ത് ഹ്യൂമർ ഉണ്ടെങ്കിൽ അതിലൊരു ഇൻസൈറ്റ് ഉണ്ട്. അത് വെറും വെളിപ്പല്ല. വെറും വെളിപ്പാണെങ്കിൽ ആൾക്കാർ തള്ളിക്കളഞ്ഞേനെ. പ്രീതച്ഛൻ്റെ സിനിമ പോലെ തമാശ ഉണ്ടെങ്കിലും അതിന്റെ അടിയിലൊരു നൊമ്പരം കാണും എന്ന് പറയുന്ന പോലെ. കാപ്പിപ്പൊടി അച്ഛോ, അച്ഛൻ നീണാൾ പാടട്ടെ. ഓക്കെ. കാര്യം അച്ഛനെ ഈ മണ്ണിൽ ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് ഫാദറെ, നിങ്ങളുടെ വിശ്വാസവും സഭാ വിശ്വാസവും ഒക്കെ വെച്ചിട്ട് ആലോചിക്കുമ്പോഴേ ഈ ഒരു മനുഷ്യൻ അവന്റെ ഈ മണ്ണിലെ ചെറിയ ജീവിതത്തിൽ കാണിക്കുന്ന കുരുത്തക്കേടിന് അവനെ അവസാനത്തെ വലിക്ക് മറുപടി പറയേണ്ടി വരില്ലേ? അവന് ജീവിതം കൊണ്ട് അതൊക്കെ മാറ്റിമറിക്കാൻ പറ്റും. പറ്റും. അതായത് നമ്മൾ എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ച മനുഷ്യരാണെങ്കിലും അവന്റെ ഇനിയുള്ള ജീവിതം കൊണ്ട് കംപ്ലീറ്റ് മാറ്റി കളയാൻ പറ്റും. അതാണ് മനുഷ്യന്റെ പവർ എന്ന് പറയുന്നത്. ഒരാളെ എന്നോട് പറഞ്ഞു, കല്യാണം കഴിച്ചിട്ട് ഇയാള് ഒരു സന്യാസിയാണ്. ചോദിച്ചാൽ എന്താ നിങ്ങൾ കല്യാണം കഴിക്കാത്തതെന്ന് ശിഷ്യൻ ചോദിച്ചപ്പോ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ എല്ലാം തികഞ്ഞൊരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്നിട്ട് കിട്ടിയില്ലേ? എന്തോരം പെണ്ണുങ്ങളുണ്ട്, അവസാനം കിട്ടി. അവന്ന കല്യാണം കഴിക്കായിരുന്നില്ലേ? ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എല്ലാം തികഞ്ഞൊരു പെണ്ണിനെ കണ്ടത് നിങ്ങളിലാണ്, അപ്പൊ കല്യാണം കഴിക്കാം. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ എല്ലാം തികഞ്ഞൊരു പുരുഷനെ തപ്പി നടക്കുകയാണ്, ആളെ കിട്ടുമ്പോ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അതായത് എല്ലാം തികഞ്ഞവരാരും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മള് മനുഷ്യരോട് എനിക്ക് പറയാനല്ലേ, നമ്മൾ വിചാരിക്കും നമ്മൾ ഇതിൽ കുറവില്ലാത്തവരാരല്ലേ? ആരുമില്ല. പക്ഷെ നമുക്കതൊക്കെ തിരുത്താൻ പറ്റും. ഇപ്പൊ അച്ഛനാണെങ്കിലും ഞാനാണെങ്കിലും പറയുന്നത് നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, കുറവുകളുണ്ട്. ഇപ്പൊ അച്ഛൻ പറയുന്ന ഓരോ കാര്യത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ, പക്ഷെ നമുക്ക് തിരുത്താൻ പറ്റും, എല്ലാം തിരുത്താൻ പറ്റും. ഫാദറിനെ തിരുത്തിയൊരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഫാദറിനതുണ്ടാവും. എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ആരെങ്കിലും കയറി തിരുത്തുവെന്നാ എനിക്ക് തോന്നുന്നത് അല്ലേ? അല്ലെ പൊതുവേ എങ്ങനെയാ ഫാദർ ഒരു ടെൻഷന്റെ ആളാണോ? ടെൻഷനില്ല. ഞാനും അച്ഛനെ പോലെയൊക്കെ സ്ഥിരം ഒരു യാത്രക്കാരനും
അപ്പോൾ യാത്രയെ കാണുന്ന എല്ലാമാണ്. പിന്നെ ധ്യാനങ്ങളിൽ കൊണ്ടുവരും. ആ ഞാൻ പോയ യാത്രയിൽ ഏറ്റവും ഓർമ്മയുള്ളത് പപ്പുവ ന്യൂഗിനിയയിലായിരുന്നു. അതെവിടെയാണ് സ്ഥലം? സോളമൻ ഐലൻഡ്. സോളമൻ ഐലൻഡ്. സിംഗപ്പൂരിൽ നിന്ന് 8 മണിക്കൂർ പോകുമ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയ ആയിരുന്നു. ആ അവിടെ നമ്മുടെ അച്ഛന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ആ അപ്പം ഒത്തിരി ഗോത്രവർഗ്ഗക്കാരായ ആൾക്കാരാണ്. ആ അവിടുത്തെ മരണത്തിന്റെ കർമ്മങ്ങൾ എപ്പോഴും ഞാൻ ഓർത്തിച്ചിരിക്കാറുണ്ട്. എന്താ അത്? ഒരു ഡെഡ് ബോഡി ആ. പ്ലെയിനെ കൊണ്ട് ഇറക്കിയപ്പം 200 പേര് കരയാൻ വേണ്ടി കൂലിക്ക് നിൽപ്പുണ്ട്. അപ്പം വീട്ടിൽ വരെ അവർ പൈസ മേടിച്ചുകൊണ്ട് ഇയാൾക്ക് വേണ്ടി കരഞ്ഞ് വീട്ടിൽ കൊണ്ടുചെല്ലും. എന്നിട്ട് ഈ അവിടെ ഫ്രീസറോ അങ്ങനത്തെ ഒരു സംവിധാനമില്ല. പ്രത്യേക ഒരു ഓയിലിനകത്ത് ഈ ശവം ഇട്ട് വെക്കും. 3 ദിവസം അതിനകത്ത് ഇങ്ങനെ മരപ്പിച്ച് കിടക്കും ഈ ശവം. 4-ാം പൊക്കം അത് എടുത്ത് അടക്കും. പക്ഷേ ഈ 3 ദിവസങ്ങളിൽ അവിടുത്തെ ഒരു രീതി, അത് ക്യാൻഡിൽ നൈറ്റ് എന്ന് പറയുന്ന രാത്രികളാണ്. ആ നാളുകളിൽ ഒരു ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യ മരിച്ചുപോയ കെട്ടിയവന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. കെട്ടിയവന്മാർ മരിച്ചുപോയ ഭാര്യമാർ ഒരുമിച്ച് കൂടും. ഈ 3 ദിവസങ്ങളിൽ അവർക്ക് അതിരാത്രി പോലെ സെലിബ്രേറ്റ് ചെയ്യാം. ഭാര്യ നഷ്ടപ്പെട്ട കെട്ടിയവന്മാർക്കും കെട്ടിയ നഷ്ടപ്പെട്ട ഭാര്യയ്ക്കും അങ്ങനെ കൂടാ. ഒരു സ്ഥലത്ത് ഞാനത് പറഞ്ഞു. ഒരു പ്രായമുള്ള അങ്കിള് ചോദിച്ചു, ആ രാജ്യം ഉണ്ടോ? വിസ കിട്ടാൻ സാധ്യതയുണ്ടോ?